യുദ്ധത്തിൽ കരുണ നിർഭലതയാണ്. പ്രതികാരത്തിൽ മൗനം പാപമാണ്. അവൻ ഓർമ്മിക്കുന്നു, തന്റെ വാലി വലിച്ചിഴച്ച് താഴെ വീഴ്ത്തിയത്, തന്റെ മുടി പിടിച്ച് കയറ്റിയ കൈത്ത്, തന്റെ മേൽ ചുറ്റപ്പെട്ട വാൾ, ശത്രുവിനായി അല്ല, കൊല ചെയ്യപ്പെടേണ്ട ഇരയായി. അപമാനം മുറിവുകളേക്കാൾ ആഴത്തിൽ കുത്തിയത്. സത്യകി തണുത്തും ക്ഷമയില്ലാതെ. മോചനമോ? നിനക്കതൊന്നും അർഹതയില്ല. അപ്പോൾ ഒരു ശ്വാസം, ഒരു വാൾ ചുറ്റൽ. ചിതക്കെട്ടില്ല, ശാപമില്ല, ജീവനായി കയറിയ യാചനയും ഇല്ല. ഭൂരിശ്രവസ് മരിച്ചു, നിഷേധത്തോടെയല്ല, യുദ്ധത്തിലല്ല, പക്ഷേ കീഴടങ്ങലിൽ. ഒരു യോദ്ധാവ്, മോചനത്തിനായി പരിശ്രമിച്ചവൻ, എന്തും ലഭിക്കാതെ പോയവൻ. അവന്റെ ശരീരം നിമിച്ചവണ്ണം താഴേക്ക് വീഴുന്നു, എങ്കിലും മുട്ടുകുത്തിയ നിലയിൽ തന്നെ. രക്തം പൊടിയുമായി ഇഴചേരുന്നു. അവന്റെ അവസാന പ്രാർത്ഥന അധൂരമായിരുന്നു. കോപത്തിൽ നിറവേറുന്ന ഒരു പ്രതിജ്ഞയുടെ ഭാരം എന്താണ്? കരുണയില്ലാതെ പൂർത്തിയാക്കുന്ന ബഹുമാനത്തിന്റെ വില എത്രയാണ്? കീഴടങ്ങലിലും ശാന്തിയിലും പോലും അവന് ശാന്തി നിഷേധിക്കപ്പെട്ടു. ദൃശ്യവും 9. നിലവിറക്കുന്ന യുദ്ധഭൂമി. സമയം നീളുന്നു. രക്തം ചലിച്ച കാറ്റുപോലും ശ്വാസം പിടിക്കുന്നു. രണ്ടുകരയും ചേരുന്ന സൈനികർ വെട്ടിടുന്നതിനിടയിൽ തന്നെ അവന്റെ ആയുധങ്ങൾ താഴേക്ക് ചുരുക്കുന്നു. ധൂളം അന്തരീക്ഷത്തിൽ തങ്ങിക്കിടക്കുന്നു, പോലും ഭൂമിയെ നീങ്ങാൻ തോന്നാത്തതുപോലെ. ഒരേകിൽ കുലുങ്ങുന്ന കീറിച്ചെരിഞ്ഞ പതാകകൾ, ഉളളിൽ നിന്നും പതുങ്ങുന്ന അന്തിമശ്വാസങ്ങൾ. കൊലവധം അവസാനിച്ചു. പക്ഷേ യുദ്ധഭൂമിയെ ഏറ്റെടുത്തത് ജയമല്ല, മൗനമായിരുന്നു. രോഷം ഒരു സമയം മുഴങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിശബ്ദത മാത്രമാണ് നിലനിൽക്കുന്നത്. ധർമ്മം വഴികാട്ടിയിരുന്ന മുറിയിൽ ഇപ്പോൾ സംശയം മാത്രമേയുള്ളൂ. പാപികളും ആഹ്ലാദിച്ചില്ല. ദുര്യോധനൻ തന്റെ ഗദയിൽ ചാഞ്ഞു നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ വിജയഗർവമല്ല, പക്ഷേ കനലുന്ന പ്രതിഫലനം. ദുര്യോധനൻ മൃദുവായിട്ടും ആഴമുള്ള ബഹുമാനത്തോടെ, നിങ്ങൾ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ കൈകളിൽ നിറയുന്നത് വിചിത്രതകളുടെ രക്തമാണ്. ഇതാണോ നീതി? അല്ലെങ്കിൽ രാജവേഷം ധരിച്ച പ്രതികാരമാണോ? അവന്റെ സ്വരം, വിലക്കപ്പെട്ടവനായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടത്, ഇപ്പോൾ പറഞ്ഞു. കൂടുതൽ ആരും പറയാൻ ഭയപ്പെടുന്ന സത്യം.